വിമർശനം നേരിടുന്നത് ഇതാണ്, കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നെറേറ്റീവിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത്. ഇടതുപക്ഷത്തെക്കുറിച്ച് എന്താണ് നിലപാട്? എങ്ങനെയാണ് ഇപ്പോഴും ഇടതുപക്ഷമായി നിൽക്കുന്നത്? ഇടതുപക്ഷത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഇടതുപക്ഷം എന്നുള്ളത് യഥാർത്ഥ ഇടതുപക്ഷം നല്ല ഇടതുപക്ഷമാണല്ലോ. അതല്ലേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷം എന്നുള്ളതാണ് നല്ല പക്ഷം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇടതുപക്ഷ നിലപാടിൽ നിന്ന് CPM പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ് CPMനെ വിമർശിക്കാനുള്ള ഒരു കാരണം. എൻ്റെ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ അമ്മ മുംബൈയിലായിരുന്നു പഠിച്ചതും ജോലി ചെയ്തതൊക്കെ. അവിടെ ഗോദാവരി പല്ലേക്കിലൊപ്പം അഹല്യാരംഗനേക്കർ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ. ആക്ടിവിസ്റ്റായിരുന്നു. എൻ്റെ അച്ഛനായാലും CPM പാർട്ടി EMS പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്ത് പറയുമ്പോഴും പറയാം. EMS പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുക. എൻ്റെ വീട്ടിലെ ജീവിതം, ഞാനൊരു ഡിഗ്രി വരെ എൻ്റെ കാതും ഒന്നും കുത്തിയിട്ടില്ല, സ്വർണ്ണം ഇടാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ബഹളം വെച്ചിട്ടാണ് ഞാൻ ഡിഗ്രി ആയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് പോയി ചെയ്തതാണ്. ഒരു മാസം എന്നോട് അച്ഛൻ മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണ് പാർട്ടി ജീവിതം എന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അമ്പലത്തിൽ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. ഒളിച്ചും പാത്തുമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ നല്ല ഭക്തയാണ്. ഇപ്പം നമ്മൾ നമ്മളുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇതൊന്നും അടിച്ചേൽപ്പിക്കേണ്ടതല്ല, അതൊക്കെ അവർക്ക് പറ്റിയ പിഴവുകളായിരിക്കാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച് വളർന്നതാണ്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെയാണ് കണ്ടിട്ടുള്ളത്. ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ പറയുന്ന മാനായിട്ട് സ്വീകരിക്കുന്നതും ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘം നടത്തുമ്പോൾ നടത്തുന്ന പ്രസംഗങ്ങളും മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പക്ഷേ കോഴിക്കോട് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് ആ കുടുംബങ്ങൾ നമ്മളുമായിട്ടൊക്കെ എത്ര ക്ലോസ് ആണ്, അവർ എങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്, എനിക്ക് കൃത്യമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കെതിരായ പ്രതികരണങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അപ്പോൾ അതൊരു രാഷ്ട്രീയമായ സമീപനമായി മാറുമ്പോൾ അത് CPMൽ നിന്ന് സംഭവിക്കുന്നതെന്ന് കാണുമ്പോൾ ഭയങ്കര ഞെട്ടലുണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ വൈകാരികമായി പോകും പ്രതികരണം. അതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ പ്രതികരിക്കുന്ന ഘട്ടം വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ സമയത്ത് എങ്ങനെയാണ് ബാബറി മസ്ജിദ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ കുറച്ചുകൂടി എന്താ പറയുക, അപകടം കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, നാളെ എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് PK ശശിയെ മത്സരിപ്പിച്ചപ്പോഴൊക്കെ നിലപാട് PK ശശിയോട് ഞാൻ VD സതീശനോട് ചോദിക്കുകയും ചെയ്തതാണല്ലോ, PK ശശി എങ്ങനെയാണ് നിങ്ങൾ മത്സരിപ്പിക്കാനുള്ള കാര്യം ചോദിച്ചാൽ അപ്പോൾ ആലോചിക്കുമെന്നാണ്. പിന്നെയാണ് ആ തീരുമാനത്തിലേക്ക് വരുന്നത്. നാളെ ഫലം വരുമ്പോൾ നമുക്ക് വീണ്ടും വിമർശിക്കാനുള്ള ഒരു വിഷയം കൂടിയാണത്. ഉറപ്പായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നേ. പക്ഷേ ഇടതുപക്ഷം CPM എന്നുള്ള പാർട്ടി ഇടതുപക്ഷ നിലപാടിൽ നിന്നും മാറിപ്പോകുന്നു, അത് വലതുപക്ഷ സമീപനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അത് വിമർശിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു.